ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കുറച്ച് നാൾ മുന്നേ ഒരു PS5 Pro നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ സാധനം അൺബോക്സ് ചെയ്തിട്ട് നിലത്ത് വെച്ചതിന് ശേഷം അത് പിന്നെ തൊട്ടിട്ടില്ല. വിലയില്ലാത്തത് കൊണ്ടല്ല, അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ ഇൻസ്റ്റലൈസേഷനും പ്രോസസ്സും ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാനായിട്ട് അത് വച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ നീണ്ടു പോയി കാലങ്ങൾ ഇത്രയായി, ഇതുവരെയ്ക്കും അതൊന്ന് കണക്ട് ചെയ്തിട്ട് പോലും ഇല്ല. അതിപ്പോഴും നിലത്ത് തന്നെ ഇരിക്കുകയാണ്. നമ്മളിന്നത് ഒന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു PS5 കൺസോള്, അതും പ്രോ വേരിയൻറ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്, മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ കൺസോള്. ഇത് അന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ ടേബിളിൽ നിന്ന് താഴെ വെച്ചതാണ്, പിന്നെ തൊട്ടിട്ടില്ല. നമുക്ക് നോക്കാം. ഞാൻ എന്താണ്ട് ഇവിടെയാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് നോക്കാം. കണക്ഷനിൽ അന്നത്തെ വീഡിയോയിൽ കാര്യങ്ങൾ, അൺബോക്സിങ്ങും പരിപാടിയും എല്ലാം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഇതാണ് അതിൻ്റെ ഒരു കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പം UK വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ്. അല്ലാത്ത പക്ഷം നമ്മുടെ ഇന്ത്യയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റൗണ്ട് പിന്നെ ആയിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് പ്രോ ഇപ്പം ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല ഒഫീഷ്യലായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്നതും ഈ ടൈപ്പ് ആയിരിക്കണം തേർഡ് പാർട്ടിയിൽ നിന്ന് മേടിക്കുമ്പോൾ. സോ ഇത് തൈ കാണുന്ന പോർട്ട് ഉണ്ടോ, ഇങ്ങനെ കയറ്റുക, ഇവിടെ വയ്ക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഇത് HDMI കേബിൾ. വേറെ അങ്ങോട്ട് ഇതെങ്ങനെയാണ് ഇത് അഴിക്കാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് HDMI കേബിൾ. സോ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് ഞാൻ ലാൻ കൊടുക്കുന്നില്ല, ഞാൻ വൈഫൈ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ലാൻ ശരിക്കും പറഞ്ഞാൽ PC-ലോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്ക് കയറി. സോ ഞാൻ ഇനി ഇത് ഒരെണ്ണം പ്ലഗിലും കൊടുത്ത് ഇത് നമ്മളെ മോണിറ്ററിലും കൊടുത്തിട്ട് വരാം. ആക്ച്വലി ഇത് ഞാൻ ഈ ഇരിക്കുന്നത് ക്യാപ്ചർ കാർഡാണ്, എലഗാറ്റോടെ. സോ ഇതിൽ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് വെർട്ടിക്കലിയാണ്. നമുക്ക് അന്ന് ഒരു സാധനം കൂടെ കിട്ടിയതാണ്. ഇത് നമുക്ക് ബേസിക്കലി ഇവിടെ ഒരു ഊട്ട കണ്ട, രണ്ട് നീളമുള്ളത് ഇവിടെ ഒട്ടെടുത്ത് കയറ്റുമ്പോൾ ഓക്കെ, അതുമായി ഇതുമായി. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അതിൽ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ PS5 Pro മോഡൽ എന്ന് പറയുന്നത് ഡിസ്കോഡ് വരുന്ന ഒരു മോഡലല്ല. ഡിസ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് അഡീഷണൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണം. സോ പ്രോ ഒരിക്കലും ഡിസ്കോഡ് കൂടി വരുന്നതല്ല, അതെപ്പോഴും മൈൻഡിൽ വെക്കുക. പ്രോ മേടിക്കാനിരിക്കുന്നവരാരും ഡിസ്ക് ഡ്രൈവ് ഉള്ള പ്രോ വേരിയൻറ്റും തപ്പി നടക്കുകയും വേണ്ട. സോ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൺസോൾ നമ്മൾ മോണിറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്ചർ കാർഡ് വഴി ഔട്ട് എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ക്യാപ്ചർ കാർഡ് വഴി ഔട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് PS5-ന്റെ സെറ്റിംഗ്സിൽ കയറിയിട്ട് ചില കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത് ഇനിഷ്യൽ സ്റ്റേജ് ആണല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സ്റ്റേണൽ ക്യാമറ ഉപയോഗിച്ച് ഔട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. കൺട്രോളർ കയ്യിലെടുക്കുക, വെയിറ്റ് ചെയ്യുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്ക്രീനിൽ തന്നെ കാണിക്കും, നമ്മളത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. തുടങ്ങിയാലോ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എടാ ഇത് മറ്റേലൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ച വിഷ്വൽ എനിക്ക് തോന്നുന്നു പ്രോ വേരിയന്റിൽ മാത്രം എക്സ്ക്ലൂസീവ് ആണെന്ന് തോന്നുന്നു. ആ ഫസ്റ്റ് കാണിച്ച സീൻ. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് വേറൊരു കേബിളും കൂടെ കിട്ടുമെന്ന്. അതായത് ഈ Type-C കേബിൾ. കൺട്രോളർ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന കേബിളാണ് ഈ പറയുന്ന Type-C കേബിൾ. ഇത് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. ഫസ്റ്റ് ഇനിഷ്യൽ ഇതുപോലെ തന്നെ, ഇത് പ്രോയിൽ മാത്രമല്ല PS5-ലും ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഓക്കെ, അത് എല്ലാ ഭാഷയിലും പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇതിലും കണക്ട് ചെയ്ത് ഇതിന്റെ മറ്റേ സൈഡ് നമ്മുടെ കൺസോളിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെ ഒരു P കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ നമ്മൾ ജസ്റ്റ് നിൽക്കുക. സോ ഇവിടെ ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്, യുണൈറ്റഡ് കിങ്ഡം. വായിച്ച് കേൾപ്പിക്കുന്നു. സോ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് എക്സ്റ്റേണലിൽ നിങ്ങൾക്ക് ലാൻ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻ കണക്ട് ചെയ്യാനുള്ള പോർട്ടിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരില്ല. ഇവിടെ ഞാനത് കണക്ട് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് വൈഫൈ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഇന്റർനെറ്റ് വേണോ, ആവശ്യമുണ്ടാകുന്നൊക്കെ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഫസ്റ്റ് ഇനിഷ്യൽ സെറ്റപ്പിന് നമുക്ക് വൈഫൈ കണക്ട് ചെയ്താലേ നമുക്ക് പറ്റത്തുള്ളൂ. അതിപ്പോൾ ഇവിടെ ഡൂ ദിസ് ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ പെടും. കൺസോൾ അപ്ഡേഷൻ എന്തായാലും കാണും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വൈഫൈ പാസ്വേഡ് അടിക്കണം. ഇത് അടിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് കണ്ട ഇവിടെ ഇത് വെച്ച് തന്നെ നമുക്ക് ഇൻറ്റു ആണായില്ലേ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ. ഈ ഇൻറ്റു ആണ് നമ്മൾ എൻ്റർ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് നമ്മൾ ഡണ്ണ് കൊടുക്കുക. അതാണെന്നറിയാൻ വയ്യടേ, അതാണ് ഡൗട്ട്. ഭാഗ്യം. ഇവിടെ മെയിനായിട്ട് നമ്മൾ കണ്ട ഇത് കണ്ട, ഈ സ്ക്രീനിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ട
ഈ സ്ക്രീൻ ഏരിയ അഡ്ജസ്റ്റ് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീന് ചെറുതൊന്നും വേണ്ടല്ലോ, കറക്റ്റ് റേഷ്യോ പിടിച്ച് വെച്ചിട്ട് ഓക്കെ അമർത്തുക. നെക്സ്റ്റ് HDR അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിക്കും. ഈ HDR അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഓരോ മോണിറ്റർ ആയിരുന്നാലും TV ആയാലും പല രീതിക്കാണ് അതിൻ്റെ HDR സെറ്റിംഗ് ഉള്ളത്. സോ ഇവിടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സ്ക്വയർ കോളം കണ്ട, സ്ക്വയർ കോളത്തിനകത്തൊരു സൂര്യനുണ്ട്. ഈ 2 സ്വിച്ചില്ലേ, മേലോട്ടും താഴോട്ടും, ഇത് ഞെക്കുമ്പോഴത്തേനും ബ്രൈറ്റർ ആവും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഡാർക്കറിലോട്ട് വരാം. കണ്ടോ, ഇപ്പോൾ സൂര്യനെ കണ്ടോ? ഇതിൽ അവർ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ആ സൂര്യൻ ബെയർലി വിസിബിൾ ആവുന്ന രീതിയിൽ. ബെയർലി വിസിബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരെ കാണാൻ പറ്റുന്നതല്ല, കാണാൻ പറ്റണം. എന്നാൽ അതിൻ്റെ ഏറ്റവും അങ്ങോട്ട് ഒരു സൂക്ഷിച്ച് നോക്കിയാൽ ആ സൂര്യനെ കാണാൻ എന്നുള്ള ലെവലിൽ വെച്ചിട്ട് വേണം നെക്സ്റ്റ് അമർത്താനുള്ള. പലരും ഇതൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നെക്സ്റ്റ് അടിച്ച് പോകും. നമ്മൾ അല്ലെങ്കിൽ അത് നമ്മുടെ പല ഗെയിമുകൾ കളിക്കുമ്പോഴത്തേനും ആ HDR അത് നമുക്ക് കറക്റ്റ് ആയിരിക്കത്തില്ല. ഇതാണ് ഇപ്പോൾ തീരെ കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒട്ടും തീരെ കാണാൻ പറ്റുന്നില്ല. ഇതൊരിക്കലും ബെയർലി വിസിബിൾ അല്ല. ബെയർലി വിസിബിൾ ആവണമെങ്കിൽ ഇതാണ് എൻ്റെ ബെയർലി വിസിബിൾ. ഈ മോണിറ്ററിൽ HDR മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ബെയർലി വിസിബിൾ. നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് പോകാം. 3 രീതിക്കാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ അവർ പറയുന്നത് ബെയർലി വിസിബിൾ ആവുന്ന രീതിയിൽ ആ സിമ്പിൾ വന്നിട്ട് ബെയർലി വിസിബിൾ. സോ ഇതാണ്, ഈ സ്റ്റേജാണ് കറക്റ്റ് പറഞ്ഞാൽ എൻ്റെ ഒരു ബെയർലി വിസിബിൾ. ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ എനിക്ക് തീരെ കണ്ടുകൂടാ അല്ലേ, നമുക്കൊന്നും തീരെ കണ്ടുകൂടല്ലേ, ഫുള്ള് വൈറ്റല്ലേ കാണാൻ പറ്റും. സോ ഇതാണ് ബെയർലി വിസിബിൾ. സോ ഇത് ലാസ്റ്റ് ഏരിയയാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് അതുപോലെ തന്നെയാണ്. ഫുള്ള് ഡാർക്ക് ആയാലേ, ഈ ഡാർക്ക് സീനിൽ ബെയർലി വിസിബിൾ പിടിക്കണം നമ്മൾ. കുറച്ചും കൂടെ പോകണം, കുറച്ചും കൂടെ തെളിച്ചായിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ തീരെ കാണാൻ പറ്റാതായി പോകും. ഇത് മതിയല്ലേ, പോരെ? അത് മതി. അടുത്ത സെക്ഷൻ അവർ ചോദിക്കുന്നത് പവർ ഓപ്ഷൻ റെസ്റ്റ് മോഡ്. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ് ആണ്. ലോ പവർ യൂസ് ചെയ്യരുത്. ലോ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസോള്, അതുപോലെ എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിംസുകൾ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഒന്നും എനേബിൾ ആവാതെ വരും. സോ ഒപ്റ്റിമൈസ്ഡ് എക്സ്പീരിയൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. സോ അത് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് പോവാം, ഓക്കെ കൊടുക്കുക. ഇവിടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് ഐ അഗ്രി കൊടുക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഏരിയകളിലൊക്കെ നെറ്റ് കമ്പൽസറിയാണ്. ഇത് ഡൂ ദിസ് ലേറ്റർ കൊടുത്തു കഴിഞ്ഞാലും പറ്റത്തില്ല, നമ്മൾ ചെയ്യണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. കണ്ടിന്യൂ കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക, പടപടയെന്നും പറഞ്ഞാവും. 1 GB മേലെ ഉണ്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഫയലൊക്കെ. ഇതൊക്കെയാണ് ഞാൻ അന്നത്തെ ആ വീഡിയോകളിൽ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഓരോ ഗെയിമുകളായാലും കാര്യങ്ങളും ഭയങ്കര GB ആണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളിംഗ് ആണ്. കൺസോളിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ അടുത്തത് കൺട്രോളറിൻ്റെ അപ്ഡേറ്റ് ആയിരിക്കണം. അടുത്തത് കൺട്രോളറിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. ഇതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇതൊക്കെ ചെയ്തേ പറ്റൂ. അപ്ഡേറ്റ് നൗ. അടുത്ത ഇനി അതിന് വേണ്ടിയിട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്. ഈ അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേനും അടുത്ത എന്താണെന്ന് നോക്കാം. നമുക്ക് മാനുവലി സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈസി എന്ന് പറയുന്നത് QR കോഡ് സ്കാൻ ചെയ്ത് കയറുക എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ ഇത് തൽക്കാലത്തേക്കൊന്ന് പോസ് ചെയ്ത് ഒന്ന് ലോഗൗട്ട് ചെയ്യുകയാണ്. ഇതിനകത്ത് PS ആപ്പ് എന്നും പറഞ്ഞിട്ടൊരു സാധനം കാണാൻ പറ്റുന്നുണ്ടോ? അത് ഓപ്പൺ ചെയ്യണമെന്നുമില്ല. ഈ പറയുന്ന QR കോഡ് ഇങ്ങനെ ഇവിടെ PS ആപ്പ് എന്നും പറഞ്ഞു വരും. ഇവിടെ അപ്രൂവ് ഡിനൈ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്രൂവ് ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ പോർട്ടിൽ തന്നെ സ്ക്രീനിൽ അത് വന്നു. സൈൻ ഇൻ ജസ്റ്റ് ഞെക്കിയാൽ മതി. റിക്വയർ പാസ്കോഡ് വേണമെന്നാണ് ചോദിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ അത് കൊടുക്കുന്നില്ല. സോ ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം കൺസോളുകൾ കയ്യിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ബിക്കോസ് വേറെയും PS5 ഉള്ളവർക്കും അതുപോലെ തന്നെ മുന്നത്തെ ജനറേഷനായിട്ടുള്ള PS4 ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ പ്രൈമറി ഡിവൈസ് ആക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് പ്രൈമറി ഡിവൈസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺസോൾ ആയിരിക്കും ഇവിടെ നിന്ന് എനേബിൾ ആക്കുന്നിടത്തോളം തൊട്ട് നമ്മുടെ മെയിൻ കൺസോൾ. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസോളിനകത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് കളിക്കാം. ഇന്റർനെറ്റ് ഇല്ലെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഓൾറെഡി മേടിച്ചിട്ടിരിക്കുന്ന ഗെയിംസുകൾ എനിക്ക് ഓഫ്ലൈനിലും പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ യൂസർ ID, അതായത് എൻ്റെ അക്കൗണ്ടിന് പുറമെ ഇതിനകത്ത് ഇനി വേറെ യൂസർ IDകൾ ക്രിയേറ്റ് ചെയ്താലും അവർക്കും അതിൽ ലോഗിൻ ചെയ്ത് കയറിയാൽ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുന്ന ഗെയിംസുകളൊക്കെ അതിലും ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഇനേബിൾ ആക്കുമ്പോൾ മറ്റേ നമ്മുടെ ഓൾറെഡി കയ്യിലുള്ള കൺസോളിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ ഓഫ്ലൈൻ പ്ലേ കിട്ടത്തില്ല. ഗെയിംസ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് മസ്റ്റ് ആണ്. ജസ്റ്റ് നെറ്റിന്റെ ഒരു സാന്നിധ്യം അത്ര മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിനിപ്പോ എനേബിൾ കൊടുത്താലും ഇത് ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വേറൊരു കൺസോൾ ഉണ്ടെങ്കിൽ ഒരേ സമയം
നമുക്ക് ഒരേ ഗെയിം 2 കൺസോളിലിരുന്ന് കളിക്കാൻ പറ്റത്തില്ല. ഒരാൾ കിക്ക് ഔട്ട് ആവും. ഇതൊരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഈ പറഞ്ഞ പോലെ ആരും അങ്ങനെ അക്കൗണ്ട് ഷെയറിങ്, ഉദാഹരണം പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് നമ്മളത് വേറെ പലർക്കും കാണാൻ കൊടുക്കും, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന ഒരു സംഭവം അവർ കൊടുത്തേക്കുന്നത്. ഡോണ്ട് എനേബിൾ തന്നെ കൊടുക്കുകയാണ്. വേറെ ചേഞ്ച് ഒന്നുമില്ല, എനിക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അനദർ കൺസോൾ അല്ലെങ്കിൽ PS4 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗെയിംസുകൾ ഉൾപ്പെടെ കളിച്ച് വെച്ചിരിക്കുന്ന ഡേറ്റാസ് അടക്കം ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാനിവിടെ കൊടുക്കുന്നില്ല, സ്കിപ്പ് ആൻഡ് ഫിനിഷ് കൊടുക്കുകയാണ്. സ്കിപ്പ് ആൻഡ് ഫിനിഷ് കൊടുക്കാൻ പറ്റുക. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ല, വെൽക്കം ടു PlayStation 5. സെയിം തന്നെ. ബാക്കിൽ കാണുന്ന ഒരു എന്തോ ചിപ്പാണ്, എന്തോ ഇത് PS5 Pro എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചിപ്പ്, അത് മാത്രം ഡിഫറൻ്റ് ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് സാധനം മറ്റേ സാധാ നോർമൽ കൺസോളിനെ പോലെ തന്നെയാണ്. ഇപ്പോൾ സെറ്റായി. സോ ഫസ്റ്റ് നമ്മൾ ഈ കൺസോള് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളിക്കേണ്ട ഒരു ഗെയിമുണ്ട്. അതായത് ആസ്ട്രോ പ്ലെയർ റൂം എന്നും പറഞ്ഞിട്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആക്കി വരുന്ന ഈ ഒരു ഗെയിം. ഇതാണ് കൺസോളിൻ്റെ ഏറ്റവും പവർ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധനം. ഞാനൊന്ന് കളിച്ച് കാണിക്കാം. ഇത് കളിച്ച് തീരുമ്പോഴത്തേനും ഈ വീഡിയോ എൻ്റെ ആവും. കണക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ഇതിന് ഊരി കളയാൻ കേട്ടോ. ഇത് ഓണായി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കൺട്രോളറിലൊരു ഫീഡ്ബാക്ക് കിട്ടും, ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സംഭവമാണ്. വമ്പൻ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഈ ഗെയിം കളിക്കുക. നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്, നിങ്ങൾക്കൊരു കൺസോൾ ഉണ്ട്, നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ആ ഫ്രണ്ടിന് നിങ്ങൾ ഈ കൺസോൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു ഗെയിമും കളിക്കേണ്ട. ഫസ്റ്റ് ഈ സാധനം ഇട്ടിട്ട് ഒന്ന് അവരുടെ കയ്യിൽ ഈ കൺട്രോളർ കൊടുത്താൽ മതി. ടോപ്പ് ലെവൽ എന്താണെന്ന് ഇതിൽ തന്നെ അറിയാൻ പറ്റും. ഡുവൽ സെൻസിൻ്റെ പരിപാടി എന്താണ്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ പ്രസ് എനി ബട്ടൺ, ഓരോ പ്രസ്സിലും ആ പറയുന്ന ഒരു ഇടി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഞെക്കണമെന്നൊക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കും. ഇത് പ്രോയിൽ മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റതിലും ഉണ്ട്. എല്ലാ കൺസോളും പഴയ ഓൾഡ് ജനറേഷൻ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ജസ്റ്റ് കാണിച്ചു പോവുകയാണ്. ഇൻട്രൊഡ്യൂസിങ് ഡുവൽ സെൻസ് വയർലെസ് ഉണ്ട്. അത് അടിച്ച് നിറഞ്ഞു പോയപ്പോഴത്തേനും ആ കിടുകിടാന്നും പറഞ്ഞിട്ടുള്ള സാധനം ഇതിനകത്ത് കിട്ടി. ഇപ്പോൾ അവർ പറയുന്ന ഈ അഡാപ്റ്റീവ് ട്രിഗർ, ഇതാണ് അവർ പറയുന്ന അഡാപ്റ്റീവ് ട്രിഗർ. ഇത് ഞെക്കാനാണ് പറയുന്നത്. ഇത് കണ്ട, ഓരോ തവണ ഞെക്കുമ്പോഴത്തേനും ഇതിനകത്ത് ആ വൈബ്രേഷൻ ഉണ്ട്. ആ ടൈറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചുമ്മാ ഇങ്ങനെ ആവില്ല, ഇവിടെ എത്തുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ട്. അതിങ്ങനെ, ഇതാണ് ഗണ്ണൊക്കെ ഫയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഇനിയിപ്പോൾ നെക്സ്റ്റ് പോവാം. സോ ഇവിടെ പറയുന്നത് ഈ ടച്ച് പാഡിൽ ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ, കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാ തരത്തിലെ ഫീച്ചേഴ്സും പല ഗെയിമുകൾക്കും അതിൻ്റേതായ രീതിയിൽ ഉപകാരപ്പെടും. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടുത്തെ മോഷൻ സെൻസർ, ഇവിടെ ഒരു ചെറിയ സ്പീക്കറുണ്ട് കേട്ടോ. ഈ സ്പീക്കറിൽ നിന്ന് നമുക്ക് ആ ഒരു ഔട്ട് കിട്ടും. ഇവിടെ നാട് ഇത് കണ്ട, ഞാൻ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ സാധനം അവിടെ കിടന്നാകുന്നുണ്ടാവും. ആ പാവക്കുഞ്ഞുങ്ങൾ കണ്ട ഈ അറ്റത്തോട്ട് വന്ന് കിടക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് കുറേ പാവക്കുഞ്ഞുങ്ങളെ നേരത്തെ നിറച്ചല്ലോ. ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴത്തേന് ഇവിടെ നിന്ന് ആ ഒരു വൈബ്രേഷൻ്റെ ഭാരം എല്ലാം കൂടെ ഇറങ്ങിയിട്ട് എൻ്റെ ഈ ഒരു സെക്ഷനിലോട്ട് വരുന്നുണ്ട്. തിരിച്ചാക്കുമ്പോൾ അതിങ്ങനെ ഓടി ഇവിടെ തട്ടി ഇവിടെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫീലിങ്സൊക്കെ എങ്ങനെ മനസ്സിലാക്കി തരാനാണ്, നമുക്ക് വീഡിയോയിൽ ഒരു പരിധി വരെ ഇല്ലേ ഇതിനകത്ത് ആ കുലുങ്ങുന്നതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചാലും ഇതൊക്കെ ശരിക്കും മോഷൻ സെൻസറാണ്. നമ്മൾ ഈ ലുലുവിലൊക്കെ പോകുമ്പോഴത്തേന് അവിടെ ഉള്ള ചില സംഭവങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഈ സെയിം പരിപാടിയാണ്. ഇതൊക്കെ നമുക്ക് പല ഗെയിമുകളിലും ഉപകരിക്കും. ഇപ്പോൾ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ബാറ്റിങ്, ടെന്നീസ് പോലുള്ള പരിപാടിയിലൊക്കെ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക, അങ്ങനത്തെ രീതിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടത്താൻ പറ്റും. നെക്സ്റ്റ് അടിക്കുക. ഇനി ഇത് മൈക്രോഫോണിൽ കണ്ടോ, ഊതാനാണ് പറയുന്നത്. അങ്ങനെ ഊതാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു ഗെയിമിൽ എന്തെങ്കിലും ഒരു ഫീച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഊതി എന്തെങ്കിലും ഇതാക്കേണ്ട അവസ്ഥ വന്നാൽ ഇതിൽ കൂടെ ഊതി കഴിഞ്ഞാലും ആ ഒരു സെറ്റപ്പ് അവിടെ വർക്കാണ്. അതാണ് കഴിഞ്ഞു. അടുത്തത് PS5 Pro ഒന്നുമല്ല, ഇത് നോർമൽ ഫുട്ടേജ്. ഇത് എല്ലാ ആസ്ട്രോ സംഭവങ്ങളിലും ഇത് പറയുന്നു.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ടച്ച് പാഡ്, അതായത് ടച്ച് പാഡ് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ആ സാധനം എന്തോ തെറിച്ച് പോയി. ഇത് കണ്ടോ, ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇത് നമ്മളെ ഇതിങ്ങനെ ചാടുമ്പോഴത്തേനും ആ ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന എന്ന് പറയുന്ന സൗണ്ടൊക്കെ ഇതിൽ നിന്ന് ഇവിടെ നിന്നും വരും. അതുപോലെ തന്നെ ആ ഒരു എഫക്റ്റ് ഇതിൽ കിട്ടും. ഇതൊരു പരിധി വരെ നമുക്ക് ഇതിൽ കൂടെ കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ആലോചിച്ച് ഇത് എങ്ങനെ ഇത് മാക്സിമം ആ ഒരു എഫക്റ്റിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതുപോലെ അടുത്തത് അവർ പറയുന്നുണ്ട് ഈ വയറൊക്കെ വേണ്ട ഇതിങ്ങനെ ഇവിടെ ചതുരം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ ഞെക്കിയിട്ട് ബാക്കിലോട്ട് വലിക്കണം. ആ കയർ വലിക്കുമ്പം ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. എങ്ങനെ മനസ്സിലാക്കി തരാനാ, മൈക്ക് കാണിച്ചു തരാം. ഇതൊരു ഗ്ലാസ് ആണ് കാണുന്നത്. നമ്മളിത് ചാടിയിട്ട് ഇതിൽ നിന്ന് ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റിയലിസം സ്പീക്കർ അവിടെ വർക്കാവും. സ്പീക്കറിൽ പുറമേ നമുക്ക് ഈ പറയുന്ന കണക്ക് ഇതിൽ നിന്നും ഔട്ട് കിട്ടും. അപ്പം ഇതാണ് പ്ലേ സ്റ്റേഷൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പും കാര്യങ്ങളും എന്തൊക്കെ ഇനിയെങ്കിലും. അപ്പോൾ ഇതൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ അൺബോക്സിങ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കും എന്നൊക്കെ ഉള്ളത് കാരണം എനിക്കൊരു ഇതുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് സാധിച്ചുവെന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഞാനത് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, അത് ക്ലിയർ ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എഗെയിൻ ഒന്നും കൂടെ ഷൂട്ട് ചെയ്ത് തരിക.